62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം 4ാം ദിവസം പുരോഗമിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മത്സരത്തിന് കാണികളുടെ വലിയ പങ്കാളിത്തം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ വിദ്യാർത്ഥികളെല്ലാം നമ്മളെ അമ്പരിപ്പിക്കുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ വേദിയിൽ കാണികൾക്ക് മുന്നിൽ പ്രകടനം കാഴ്ചവെച്ച് ജഡ്ജസിന് മുന്നിൽ പ്രകടനം കാഴ്ചവെച്ചതിന് ശേഷം മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വന്ന് ക്യാമറകൾക്ക് മുന്നിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി കൂടി അവരുടെ ഒരു പെർഫോമൻസ് ഒന്ന് നടത്താറുണ്ട്. ഇന്ന് നമുക്ക് അങ്ങനെ ഒരു കൊച്ചുമിടുക്കിയെ കിട്ടിയിട്ടുണ്ട്. ലക്ഷ്മി എസ് അജയ്. ഇപ്പം തന്നെ ലക്ഷ്മിയുടെ അച്ഛനെയും എല്ലാവർക്കും അറിയാവുന്ന, കലാസ്വാദകർക്കെല്ലാം അറിയാവുന്ന ഭരണിക്കാവ് അജയ് കുമാർ സാറാണ്. അപ്പോൾ ലക്ഷ്മിയുടെ വിശേഷങ്ങൾ നമുക്കൊന്ന് ചോദിക്കാം. മോളെ ലക്ഷ്മി, എൻ്റെ പേര് ലക്ഷ്മി ഷാജി എന്നാണ്. അപ്പോൾ നമ്മുടെ ഈ പേര് തമ്മിൽ 1-2 അക്ഷരത്തിൻ്റെ ഒരു ചെറിയ മാറ്റമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നലെ മത്സരം കഴിഞ്ഞു, വയലിൻ. ഇനി നാളെ ഒരു മത്സരമുണ്ട്. നാളെ പാട്ടിൻ്റെ ശാസ്ത്രീയ സംഗീതം. ഇന്നലെ എങ്ങനെയുണ്ടായിരുന്നു മത്സരം? എത്ര ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു? നല്ല ടൈറ്റ് ആയിരുന്നു. എല്ലാവരും നല്ലപോലെ വായിച്ചു. പങ്കെടുക്കാൻ കഴിഞ്ഞ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ അച്ഛൻ്റെ അനുഗ്രഹമുണ്ട്, അച്ഛൻ്റെ സപ്പോർട്ടുണ്ട്. അച്ഛൻ എന്തായാലും ഈ കലോത്സവ വേദിയിൽ വലിയ കരുത്തായി കൂടെ തന്നെയുണ്ട്. യെസ്. അപ്പോൾ എന്തായാലും നമുക്ക് വേണ്ടിയിട്ടൊന്ന് പെർഫോം ചെയ്യല്ലേ വയലിൻ? വയലിനിൽ വേറെ എന്തെങ്കിലും കൂടി വയലിനിൽ വായിക്കാമോ? ശരി. വായിച്ചു കീർത്തനം. ഇപ്പോൾ കരിമിഴി കുരുവിയെ എല്ലാവർക്കും പ്രിയപ്പെട്ട പാട്ടാണ്. സത്യത്തിൽ അച്ഛൻ കൂടെ ഒന്ന് പാടേണ്ടതാണ്. അപ്പോൾ ആദ്യം തൊട്ട് തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു, നമുക്ക് ഈ മ്യൂസിഷ്യൻസിനെ കിട്ടുമ്പോൾ മാക്സിമം പെർഫോം ചെയ്യിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു മിഷൻ. ഇല്ല, പിന്നെ എൻ്റെ കൂടെ ധാരാളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷവും എൻ്റെ ഇവക്ക് ഹയർ സെക്കൻഡറിയിലെ ക്ലാസിക്കലിനും വയലിനും ഫസ്റ്റ് എ ഗ്രേഡ്, ശിഷ്യയ്ക്കും എ ഗ്രേഡ്, അത് ഹൈസ്കൂൾ വിഭാഗത്തിൽ. ഈ വർഷവും ഹൈസ്കൂളിലെ ശിഷ്യയും മത്സരിക്കുന്നുണ്ട്. അപ്പോൾ നാളെ ഉണ്ടത്. വളരെ സന്തോഷം. അവർ പാടി കേൾക്കുമ്പോൾ ഗ്രേഡൊക്കെ കിട്ടുമ്പോൾ വളരെ സന്തോഷം. സർ, ഈ മകളും കൂടെ പഠിപ്പിക്കുന്ന കുട്ടികളൊക്കെ ഒരുമിച്ച് മത്സരിക്കാൻ ഒരു വേദിയിലെത്തി, അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടോ? ഗ്രൂപ്പായിട്ടുള്ള കോമ്പറ്റീഷൻ അങ്ങനെ ഇതിന് ക്ലാസിക്കലിന് അങ്ങനെ ഇല്ലല്ലോ. ഇല്ല, ഇപ്പോൾ സിംഗിൾ ഐറ്റം ആണെങ്കിൽ പോലും സിംഗിളായിട്ട് നമ്മൾ ഇത് ക്ലാസിക്കലിന് ലൈറ്റ് മ്യൂസിക്കിന് ഇപ്പോൾ നാളെ ക്ലാസിക്കലിന് മത്സരിക്കേണ്ട കുട്ടിക്ക് ഇന്ന് ലൈറ്റ് മ്യൂസിക്കിന് എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വളരെ സന്തോഷമാണ്. ഇപ്പോൾ കുട്ടികളെല്ലാം നമ്മുടെ മക്കൾ തന്നെയാണല്ലേ? ശിഷ്യരാകുമ്പോൾ തീർച്ചയായും നമ്മളെല്ലാവർക്കും വേണ്ടിയിട്ടും പ്രാർത്ഥന, നമ്മുടെ അനുഗ്രഹമൊക്കെ ഉണ്ട്. എല്ലാം നമ്മൾ ഇപ്പം മോളെന്നോ ശിഷ്യയെന്നോ അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ വരുന്നവരെ നന്നായി നമ്മുടെ കഴിവിൻ്റെ മാക്സിമം അവരെ കഴിവുള്ള കുട്ടികളെ കണ്ടെത്തി അവർ വേണ്ട പ്രോത്സാഹനം നൽകി മത്സരരംഗത്തേക്ക് കൊണ്ടുവരിക. അതാണ് വളരെ സന്തോഷമാണ് അത്. അപ്പോൾ അച്ഛൻ പാടുന്നില്ല എന്ന് സാർ നേരത്തെ തന്നെ പറഞ്ഞു, ഞാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് പാടുകയും കൂടി ചെയ്തുകൂടെ? ഒരു പാട്ടുകൂടി. ശംഭോ മഹാദേവ ശംഭോ മഹാദേവ ശങ്കര ഗിരിജ രമണ ശംഭോ മഹാദേവ ശങ്കര ഗിരിജ രമണ ശംഭോ മഹാദേവ
शरणागत जनरक्षक शम्भो महादेव शरणागत जनरक्षक अम्बोरुह लोचन पादाम्बुजभ देहि